ഹലോ, ഗുഡ് മോർണിംഗ്. അജ്മൽ അടിപൊളിയാണോ? നഫ മിസ് കേൾക്കുന്നുണ്ടാ? ഓക്കെ, സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ജസ്റ്റ് 2 minutes വെയിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എക്സാം എല്ലാവരും എഴുതിയാ? എല്ലാവരും സബ്മിറ്റ് ചെയ്തോ എക്സാമിൻ്റെത്? ആരെങ്കിലും അറ്റൻഡ് ചെയ്യാണ്ട് നിന്നിട്ടുണ്ടോ? ഓക്കെ, അനക, എനിവൺ? എല്ലാവരും അപ്ലോഡ് ചെയ്തല്ലോ അല്ലേ? ഓക്കെ, മസ്ന, മിസ്. ഓക്കെ. ഹലോ. എല്ലാവരും ഒന്ന് വേഗം ജോയിൻ ചെയ്യണേ, ടൈം വെറുതെ കളയണ്ട. 35 ആവാനായി. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്? ലിസ്റ്റ് ആയിരുന്നു എടുത്തത് അല്ലേ? വി ഹാവ് ടോൾഡ് ദാറ്റ് എന്താണ്, ദർ ആർ 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഉണ്ടായിരുന്നു: അൺഓർഡേർഡ്, ഓർഡേർഡ്, ഡെഫിനിഷൻ ലിസ്റ്റ്. സോ അതിൽ എക്സാമ്പിൾ പഠിക്കുക. ചെറിയ എക്സാമ്പിൾ, സ്മോൾ എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഓക്കെ, ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റ്, അതാണ് ഓർഡർ, നെസ്റ്റഡിൻ്റെ മീനിങ്. ഇപ്പം നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു ഇഫ് കേസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് കേസ് വരുന്നത്. സോ നെക്സ്റ്റ് ഇതെങ്ങനെ കൊടുക്കാം? ഒന്നുമില്ല, നമ്മൾ ടാഗിൻ്റെ കാര്യം കറക്റ്റ് ഓപ്പണിംഗ് ക്ലൂസ് കറക്റ്റ് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഹെഡിങ് എന്താണ്? എയർക്രാഫ്റ്റ് ടൈപ്പ് ആണ്, ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിൽ ഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള നമ്പറിങ് എന്തായിരുന്നു? എനിവൺ? ഡിഫോൾട്ട് നമ്പറിങ് മസ്ന? ഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക? മസ്ന? ഹലോ മിസ്, ലെറ്റേഴ്സ് എല്ലാം വെച്ച് നമ്പേഴ്സ് എല്ലാം വെച്ചിട്ട് ഡിഫോൾട്ട് ആയിട്ടുള്ള കേസ് നമ്പേഴ്സ് ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? OL ഓർഡേർഡ് ലിസ്റ്റ് ആണ്. അതിൽ LI, അപ്പോൾ ഇവിടെ ഒന്നും ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഡിഫോൾട്ട് 1 2 3 ആയിരിക്കും. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ജനറൽ ഏവിയേഷൻ. കണ്ടോ, എയർക്രാഫ്റ്റ് ടൈപ്പ് ഹെഡിങ്, അതിൽ ഫസ്റ്റ് പോയിന്റ് ജനറൽ ഏവിയേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ പിന്നെയും ഞാനൊരു ഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ജനറൽ ഏവിയേഷൻ്റെ ഉള്ളിൽ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞത് കിട്ടിയല്ലോ. അതിൻ്റെയും ഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിൽ ജനറൽ ഏവിയേഷൻ എന്ന് പറഞ്ഞ പോയിന്റ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഓർഡേർഡ് ലിസ്റ്റ്. സോ അതായത് ഇതിൻ്റെ അണ്ടറിൽ 1 വരും, സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ്. ഓക്കെ, അതിൻ്റെ അണ്ടറിൽ പിന്നെയും ഒരു ഓർഡർ ലിസ്റ്റ്. എന്താണ് അതിലെന്താണ്? ടെയിൽ വീൽ, ട്രൈ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്. അപ്പോൾ അതും 1 2 ഇതിൻ്റെ ഉള്ളിൽ സിംഗിൾ എഞ്ചിൻ്റെ ഉള്ളിൽ 1 2 വന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ആ ഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്തു, ഈ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഈ ലിസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലിസ്റ്റാണ്. അടുത്ത ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ഏവിയേഷൻ്റെ അണ്ടറിൽ തന്നെയുള്ള രണ്ടാമത്തെ ലിസ്റ്റ്. ഓക്കെ, ഈ ലിസ്റ്റാണ് ക്ലോസ് ചെയ്തത്. സോ അടുത്ത ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിലെന്താ കൊടുത്തത്? 12 എഞ്ചിൻ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അതിൻ്റെ അണ്ടറിൽ പിന്നെയും ഒരു ഓർഡേർഡ് ലിസ്റ്റ്. സോ ഇതിൻ്റെ അണ്ടറിൽ 1 2 എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്പർ വരും. വിങ് മൗണ്ടഡ് എഞ്ചിൻസും പുഷ് പുൾ എന്ന് പറഞ്ഞിട്ട് ആ 2 ലൈനും ഇതിൻ്റെ ഉള്ളിൽ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്യുക, ഫുൾ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക, ഇനീഷ്യലി ഓപ്പൺ ചെയ്തിട്ടുള്ള ഓർഡേർഡ് ലിസ്റ്റ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയണമല്ലോ. സോ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റ് വരുന്നതിനാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടെ ലിസ്റ്റ് തീർന്നു. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടേബിൾ. കാരണം ടേബിൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ടേബിൾ എന്താണ്? ഇറ്റ് ഈസ് എ മെട്രിക്സ് ഓഫ് സെൽസ് അല്ലേ? കുറേ സെൽസിൻ്റെ ഒരു മെട്രിക്സ് കോമ്പിനേഷൻ, റോസും കോളംസും ഉള്ള ഒരു കോമ്പിനേഷനാണ് ടേബിൾ എന്ന് പറയുന്നത്. സോ അതിൽ ടോപ്പ് റോന് നമ്മൾ കോളം ലേബൽ എന്നും അതുപോലെ ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിനെ റോ ലേബൽ എന്നും പറയും. ഇത് കാണിച്ചു തരാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇത് ഹെഡിങ് ആണ്. ഓക്കെ, അത് നോക്കണ്ട. ഇതിനെയാണ് നമ്മൾ കോളം ലേബൽസ് എന്ന് പറയുന്നത്. കോളം ഹെഡിങ്സിനെയാണ് കോളം ലേബൽ എന്ന് പറയുന്നത്. ഇതൊരു കോളം, ഓറഞ്ച് എന്നുള്ളത് ഒരു കോളം, ബനാന ഒരു കോളം. സോ ആപ്പിൾ, ഓറഞ്ച്, ബനാനയാണ് കോളം ലേബൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റോ വൈസിൽ എന്താ വരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇതിനെയാണ് റോ ലേബൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് കോളം ലേബൽ, മാറിപ്പോകരുത്. ദിസ് ഈസ് റോ ലേബൽസ്. ഓക്കെ, ഇനി ഇതാണ് ഒരു ടേബിളിന്റെ ഫോർമാറ്റ്. ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ ചോദിക്കും. അതായത് യു വിൽ ബി ഗിവൺ ദിസ് ആസ് ദ ക്വസ്റ്റ്യൻ ആൻഡ് write the following HTML code to design this table എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, സോ യു ഹാവ് ടു റൈറ്റ് ദ HTML കോഡ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ടേബിൾ? റോസും കുറേ സെൽസിന്റെ കളക്ഷനാണ് ടേബിള്. അതിൽ റോ ലേബൽസും ഉണ്ടാവും, കോളം ലേബൽസും ഉണ്ടാവും. ഓക്കെ, റോ ലേബൽസ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. കോളം ലേബൽസ് ആപ്പിൾ, ഓറഞ്ച്, ബനാന. ഓക്കെ, അതാണ് കോളം ലേബൽസും റോ ലേബൽസും. നെക്സ്റ്റ്, ഹൗ യു വിൽ ക്രിയേറ്റ് ദ ടേബിൾ യൂസിങ് ടേബിൾ ടാഗ്. ഇതാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗ്, വെരി ഇമ്പോർട്ടൻറ്റ്. ടേബിൾ ടാഗ്. അതുപോലെ റോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ TR. R സ്റ്റാൻഡ്സ് ഫോർ റോസ്. ഇനി ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ TD ടാഗ്. D സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഹെഡിങ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, നമുക്ക് ഹെഡർ, ഇപ്പം ഓരോ കോളം ഫീൽഡൊക്കെ നമുക്ക് റോസിലോ കോളംസിലോ നമ്മൾ നേരത്തെ ബനാന, ആപ്പിൾ എന്നൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ TH ടാഗ്. ഓക്കെ, H സ്റ്റാൻഡ്സ് ഫോർ ഹെഡർ. അപ്പോൾ ഈ 4 ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ടേബിളിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ടേബിൾ ഡിഫൈൻ ചെയ്യാൻ ടേബിൾ ടാഗ്. ഓക്കെ, ഓരോ റോസിലേക്കും പോവാൻ TR.
ഓക്കെ, റോസിനെ സെൽസ് ആക്കി നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ, ഡാറ്റ സെൽസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ TD ടാഗ്. അതിൻ്റെ ഹെഡർ കൊടുക്കാൻ, അതായത് റോസിലും കോളംസിലും നിങ്ങൾക്ക് ഹെഡർ പാർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹെഡർ സെല്ല് നേരത്തെ കണ്ട പോലെ ആപ്പിൾ, ഓറഞ്ച്, ബനാന, അതുപോലെ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് TH ടാഗ്. പിന്നെ ടേബിളിനൊരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു ടേബിളിന് ക്യാപ്ഷൻ കൊടുക്കുമെന്നാ പറയാം. ക്യാപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ക്യാപ്ഷൻ ടാഗ്. അത് ടേബിളിന്റെ അണ്ടറിലായിട്ടാണ് വരേണ്ടത്. ഓക്കെ, ടേബിളിന്റെ തൊട്ട് താഴെയും TRന്റെ തൊട്ട് മുകളിലുമായിട്ടാണ് ക്യാപ്ഷൻ വരേണ്ടത്. അത് കാണിച്ചുതരാം, എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ സ്റ്റഡി ദിസ് 5 ടാഗ്, വെരി ഇമ്പോർട്ടൻറ്റ്. ടേബിൾ, TR, TD, TH ആൻഡ് ക്യാപ്ഷൻ. ഇത് ഓർത്തിരുന്നാൽ നല്ലത്. ലാസ്റ്റത്തെ ലെറ്റർ വെച്ചിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, കാരണം കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് വലിയ 1.5 പേജൊക്കെ വരുന്ന HTML കോഡായിരിക്കും അത്. ഓക്കെ, ആ ടേബിളിന് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് TR, TD ഒക്കെ കൺഫ്യൂഷൻ വരും. സോ എന്ത് ചെയ്യുക, R സ്റ്റാൻഡ്സ് ഫോർ റോ, D സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ, H സ്റ്റാൻഡ്സ് ഫോർ ഹെഡർ, അങ്ങനെ പഠിച്ചു വെക്കുക. പിന്നെ ടേബിൾ നമുക്കറിയാം, ടേബിൾ ടാഗാണ്. ക്യാപ്ഷൻ എന്താണ്, ഒരു ഹെഡിങ് കൊടുക്കണമെന്ന് നിങ്ങളുടെ ടേബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഡിഫൈൻ ചെയ്യാൻ ക്യാപ്ഷൻ ടാഗാണ്. ഓക്കെ, ക്യാപ്ഷൻ ടാഗ് എവിടെ കൊടുക്കണം? ടേബിൾ ടാഗിന്റെ താഴെയായിട്ടും TR റോ ടാഗിന്റെ മുകളിലുമായിട്ടാണ് ക്യാപ്ഷൻ കൊടുക്കേണ്ടത്. അത് എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ആദ്യം നമുക്കൊരു സിമ്പിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഐ ഹാവ് ടു കൺസ്ട്രക്ട് ദിസ് ടേബിൾ. എന്താണ്, എത്ര റോസാണ് ഉള്ളത്? 3 റോസ്. 1 2 3 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 2 കോളംസ്, നെയിം ആൻഡ് സാലറി. അതിൽ നെയിമും സാലറി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹെഡറാണ് അല്ലേ, ഒരു ഫീൽഡിന്റെ പേരാണ്. സോ നെയിം സാലറി ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ TH ടാഗ്. പറഞ്ഞുതരാം. ഓക്കെ, ഡോക്യുമെന്റ് ടൈപ്പ് കൊടുത്തു, HTML, ഹെഡ് എന്ത് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു, HTML ടാഗ് ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡിയിൽ ഫസ്റ്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക? ടേബിൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ടേബിൾ ബോർഡർ ഈക്വൽ ടു 1, അതായത് ബോർഡർ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ ബോർഡർ കിട്ടും. ഓക്കെ, ബോർഡർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ബോർഡർ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്തില്ല, ക്യാപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സോ യു ഡോണ്ട് നീഡ് ക്യാപ്ഷൻ ടാഗ്. ഓക്കെ, ക്യാപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ദാറ്റ് യു വിൽ സ്റ്റഡി ഇറ്റ് ലേറ്റർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എനിക്ക് റോല് എന്ത് വേണം? നെയിം സാലറി എന്ന് പറഞ്ഞിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് റോ ആണിത്. സോ റോന്റെ ടാഗ് ഓപ്പൺ ചെയ്യാം, TR എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് എന്താ കൊടുക്കേണ്ടത്? അത് രണ്ടൊരു ഡാറ്റ അല്ല, അത് ദാറ്റ് ഇസ് ഹെഡർ. ഓക്കെ, ഫീൽഡിന്റെ പേരാണ്, കോളം നെയിമിന്റെ പേരാണ്. സോ ദാറ്റ് ഹെഡർ ഇൻഫർമേഷൻ ഷുഡ് ബി ഇൻ TH ടാഗ്. അപ്പോൾ റോ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ TH ടാഗ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് കൊടുക്കുക? നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുക. അടുത്ത TH ക്ലോസ് ചെയ്യാൻ വിട്ടുപോകരുത്. ഓക്കെ, നെക്സ്റ്റ് TH ടാഗ് ഓപ്പൺ ചെയ്യുക, അതിൽ സാലറി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞല്ലോ, ഫസ്റ്റ് റോ കഴിഞ്ഞു. സോ TR ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഓക്കെ, അത് TH വെച്ചിട്ടാണ് കൊടുത്തത്, എന്തുകൊണ്ടാണ്? ദാറ്റ് ഇസ് എ ഹെഡ്. ഇനി അടുത്ത റോ ഓപ്പൺ ചെയ്യണം. അടുത്ത റോ എന്ന് പറയുമ്പോൾ TR ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ എന്താ കൊടുക്കുന്നത്? നെക്സ്റ്റ് റോയിൽ എന്താ ഉള്ളത്? ഡാറ്റയാണ് ഉള്ളത്. രമേശ് രാമൻ 5000 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡാറ്റ. സോ ഡാറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി യൂസ് TD ടാഗ്. ഓക്കെ, TD ടാഗ് ആണ് ഡാറ്റയ്ക്ക്. സോ ആദ്യം എന്ത് ചെയ്യണം? റോ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ TDയിൽ രമേശ് രാമൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. TD ടാഗ് ക്ലോസ് ചെയ്യുക, അതായത് ഫസ്റ്റ് സെല്ലിൽ ഡാറ്റ വന്നു. അടുത്തത് TDയിൽ 5000 കൊടുക്കുക, TD ക്ലോസ് ചെയ്യുക. തൊട്ട് താഴെ ആ റോ ക്ലോസ് ചെയ്യുക. ആ റോ കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ? അടുത്ത റോ ഓപ്പൺ ചെയ്യുക, അതും ഡാറ്റയാണ്. ഷാബിർ ഹുസൈൻ ആൻഡ് 7000 ഇസ് എ ഡാറ്റ. സോ TD ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, TD ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, റോ ക്ലോസ് ചെയ്യുക. ഇതെവിടെയാണ് കൊടുത്തത്? നമ്മൾ ടേബിൾ ടാഗിലാണ് കൊടുത്തത്. സോ ടേബിൾ ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. സോ യു വിൽ ഫൈൻഡ് ദ ഔട്ട്പുട്ട് ആസ് ദിസ് വൺ. ഇതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടുന്ന ടേബിൾ. ഓക്കെ, പേജിൽ വരുന്ന ടേബിൾ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം മനസ്സിലായോ ടാഗിൻ്റെ അഡ്വാൻറ്റേജ്? ഓക്കെ, ടേബിളാണ്, ഫസ്റ്റ് ടേബിളാണ്. ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെയാണ് ക്യാപ്ഷൻ കൊടുക്കുക. ടേബിൾ കഴിഞ്ഞ് തൊട്ട് താഴെയാണ് ക്യാപ്ഷൻ കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് ബിഫോർ ദ TR. ഓക്കെ, TR ടാഗിന് തൊട്ട് മുകളിലായിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ടേബിൾ കിട്ടുമ്പോൾ എത്ര റോ ഉണ്ട് നോക്കുക. അത്രയും റോന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക. ആ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് യു വിൽ ഹാവ് ദ ഹെഡർ. സോ അപ്പോൾ TH ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിപ്പം കോളം ലാബിൽ മാത്രമേ ഉള്ളൂ, റോ ലാബിൽ വന്നിട്ടില്ല. നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടിട്ടില്ലേ, അത് വന്നിട്ടില്ല. സോ അത് വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞുതരാം. സോ ആദ്യം സിമ്പിൾ ടേബിൾ പഠിക്കുക. ഓക്കെ, എന്നിട്ട് കോംപ്ലക്സിലോട്ട് പഠിച്ചാൽ മതി. ഇസ് ദിസ് ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ടാണ് പറഞ്ഞത് ക്ലിയർ ആണോ എന്നുള്ളത്.
ക്ലിയർ ആണോ? ഞാൻ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ മെസ്സേജ് ചെയ്യണം. എല്ലാവരും വേഗം റെസ്പോണ്ട് ചെയ്തേ. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ അനഘ, ബാക്കി ആർക്കും മനസ്സിലായില്ലേ? ജസ്ന, കാർത്തിക്, കീർത്തന, സിനാൻ, അഞ്ജിത. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇത് നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ യു ഹാവ് ടു സ്റ്റഡി. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും വരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളാണ്. സോ ഇവിടെ നോക്കിയേ, ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഫ്രൂട്ട് ജ്യൂസ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഒരു ക്യാപ്ഷനാണ്. ഓക്കെ, എന്നിട്ട് കോളം ലേബിൾസ് എന്തൊക്കെയാ? കോളം ലേബിൾ ഓർ കോളം ഹെഡ് ആപ്പിൾ, ഓറഞ്ച്, ബനാന. അതുപോലെ റോ എന്താണ്? റോ ഹെഡേഴ്സ് ഓർ റോ ലേബിൾസ് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ഒരു കണ്ടോ, ഈ ഒരു കോളം ഇവിടെ ബ്ലാങ്ക് ആണ് അല്ലെ? നമ്മളൊരു മെട്രിക്സ് എഴുതുമ്പോഴും അങ്ങനെയല്ലേ ഉണ്ടാവുക? ഓക്കെ, ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. സോ ബ്ലാങ്ക് ആയിട്ട് അവിടെ കൊടുത്തിരിക്കണം കോഡില്. ഓക്കെ, നമ്മൾ കൊടുത്താലേ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുള്ളൂ. ശ്രദ്ധിച്ചിനോ? ഇവിടെ ആപ്പിളിന് മുന്നേ ഒന്നുമില്ല. ഈ ഒരു കോളം, ഈ ഒരു കോളം, ഈ ഒരു കോളം, ഈ ഒരു റോ എന്താണ്? ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അതിന് തൊട്ട് താഴെയേ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. സോ ഈ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സോ വി ക്യാൻ ലുക്ക്. ഓക്കെ, ഡോക്യുമെന്റ്, ടേബിൾ ലാംഗ്വേജ് അല്ല, HTML ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഹെഡ് കൊടുത്തു, ടൈറ്റിൽ സിമ്പിൾ ടേബിൾ, മെറ്റാ ക്യാരക്ടർ സെറ്റ് കൊടുത്തിട്ടുണ്ട് മെറ്റാ എലമെന്റ് ആയിട്ട്. ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഓപ്പൺ ചെയ്തു. ഞാൻ പറഞ്ഞു ടേബിളിന്റെ തൊട്ട് താഴെ എന്ത് വേണം? ക്യാപ്ഷൻ കൊടുക്കണം. if there is a caption in your question, you have to give. Okay, അപ്പൊ എന്താ ക്യാപ്ഷൻ? എന്റെ ക്യാപ്ഷൻ എന്താ? ഫ്രൂട്ട് ജ്യൂസ് ഡ്രിങ്ക്സ് ആണ് ക്യാപ്ഷൻ. ഓക്കെ, ഫ്രൂട്ട് ജ്യൂസ് ഡ്രിങ്ക്സ് ക്യാപ്ഷൻ അവിടെ ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇനി TR കൊടുക്കാം. ഓക്കെ, ക്യാപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? TR. അപ്പൊ അതാണ് പറഞ്ഞത്, ടേബിളിന്റെ തൊട്ട് താഴെയും TRന് തൊട്ട് മുകളിലുമായിട്ട് എന്ത് വേണം? ക്യാപ്ഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TR റോ ഓപ്പൺ ചെയ്തു. ഓക്കെ, നിങ്ങൾ ഔട്ട്പുട്ട് നോക്കിയേ. ഇത് കഴിഞ്ഞു, ക്യാപ്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് റോയിൽ എന്താ ഫസ്റ്റ് എന്താ കാണുന്നത്? ഇതാണ് ഫസ്റ്റ് റോ. ടോട്ടൽ 4 റോസ് ഉണ്ട്. ഓക്കെ, ആപ്പിളിന്റെ ഒരു റോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, 4 റോ ഉള്ളത്. സോ ഫസ്റ്റ് റോയിൽ ഇവിടെ സ്പേസ് ആണ്. ഓക്കെ, അതൊരു ഹെഡർ ആണല്ലോ. ഇത് ഈ ഒരു റോ കംപ്ലീറ്റ് ഹെഡർ ആണ് അല്ലെ? അവിടെ സ്പേസ് ഇടണം. സ്പേസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്താ? TH ടാഗ് ഓപ്പൺ ചെയ്യുക. അതിന്റെ ഉള്ളിൽ ഒന്നും കൊടുക്കണ്ട, ഡാറ്റ കൊടുക്കണ്ട. എന്നിട്ട് TH ടാഗ് ക്ലോസ് ചെയ്യുക. ദാറ്റ് ഈസ് ഇവിടെ ഒരു ഹെഡർ ആണ് വരുന്നത്, ബട്ട് ഇറ്റ് ഈസ് എ ബ്ലാങ്ക്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ? നിങ്ങളെ കോഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു സ്പേസ് അവിടെ കിട്ടും. ഓക്കെ, ഈ ഫസ്റ്റ് കോളത്തിൽ സ്പേസ് കിട്ടും. ഓക്കെ, ഇനി എന്താ ഹെഡർ വേണ്ടത്? അടുത്ത ഹെഡർ എന്താ? THന്റെ ഉള്ളിൽ, TH ടാഗിന്റെ ഉള്ളിൽ ആപ്പിൾ. കണ്ടോ, ഇവിടെ ആപ്പിൾ എന്ന് കൊടുത്തെടുക്കുക. ഇവിടെ എന്താ? സ്പേസ് ഉള്ളത്. ആപ്പിൾ കൊടുത്തു, ഓറഞ്ച്, ബനാന. എന്നിട്ട് എന്ത് ചെയ്യുക? ആ റോ ക്ലോസ് ചെയ്യുക. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ എന്താ? ഫസ്റ്റ് റോയില് സ്പേസ് വന്നു, ആപ്പിൾ, ഓറഞ്ച്, ബനാന എന്ന് പറഞ്ഞിട്ട് ഹെഡർ ആയിട്ട് കിട്ടി. നെക്സ്റ്റ് റോ എന്താ? ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തുടങ്ങണം അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് 010, ഇതാണ് ഡാറ്റ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നെക്സ്റ്റ് TR ടാഗ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഹെഡർ എന്താണ്? അതൊരു ഹെഡർ ആണല്ലോ. അപ്പൊ റോ ആണെങ്കിലും കോൾ ആണെങ്കിലും ഹെഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? TH തന്നെ യൂസ് ചെയ്യണം. സോ TH ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ് ഡാറ്റ? ബാക്കി 010 ഇസ് എ ഡാറ്റ. സോ യു യൂസ് TD 0 കൊടുത്തു, TD ക്ലോസ് ചെയ്തു, 10. ആ റോ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് സെയിം വേ ലഞ്ച് ആണ്. ലഞ്ച് ഹെഡർ ആണ്. ബാക്കി 3 ഡാറ്റ 100. ഓക്കെ, TR ഓപ്പൺ ചെയ്തു, ഹെഡർ ലഞ്ച് കൊടുത്തു, ഡാറ്റ എന്താണ്? യൂസിങ് TD ടാഗ് 100. അത് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് റോ എന്താണ്? ഡിന്നർ എന്ന് പറയുന്നത് ഹെഡർ ആണ്. സോ TH ടാഗ്, എന്നിട്ട് എന്താ? ഡാറ്റ 001. TR ക്ലോസ് ചെയ്തു, ടേബിൾ ക്ലോസ് ചെയ്തു, ബോഡി, HTML ഇതെല്ലാം ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഈ ടേബിളിന്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആണ്. ഇതുപോലത്തെ എക്സാമ്പിൾ സോ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കും. ഇസ് ദിസ് ക്ലിയർ? ക്യാപ്ഷൻ കൊടുക്കുന്ന പോലെ മനസ്സിലായോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. സ്പേസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇടേണ്ടതെന്ന് മനസ്സിലായല്ലോ?
Okay, very important. Oh, okay. അത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടേബിളിൽ വരുന്ന രണ്ട് ആട്രിബ്യൂട്ട് ആണ് റോ സ്പാനും കോളം സ്പാനും. അത് റോ സ്പാൻ, കോൾ സ്പാൻ ആട്രിബ്യൂട്ട്. എന്തിനു വേണ്ടിയിട്ടറിയോ? റോസ് തമ്മിൽ, റോസിലുള്ള ഒരു രണ്ട് റോസ് മേർജ് ചെയ്യാം. ഓക്കെ, അതുപോലെ കോളംസ് തമ്മിൽ മേർജ് ചെയ്യാം, സെൽസ് മേർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റോ സ്പാൻ, കോളം സ്പാൻ. ഓക്കെ, അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ കണ്ടോ, ഈ റോ 1 സെൽ 1 എഴുതിയുണ്ടോ, രണ്ട് റോസ് കൂടെ മേർജ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അതുപോലെ ഇവിടെ താഴത്തെ റോ, അവിടെ കോളംസ്, ഈ 3 കോളവും കൂടെ മേർജ് ചെയ്തിട്ടാണ് ഒരൊറ്റ കോളായിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ ശരിക്കും പറഞ്ഞാൽ എത്ര റോ ഉണ്ട് ഇവിടെ? 1 2 3 4, 4 റോവും 3 കോളവും ഉണ്ട്. അതിൽ ഫസ്റ്റ് റോ, ഓക്കെ, ഫസ്റ്റ് റോയില് 3 കോളം ഉണ്ട്. സെക്കൻഡ് റോ നോക്കിയേ, സെക്കൻഡ് റോയില് ഈ 2 കോളം ഉണ്ട്. ഈ കോളത്തിൽ 2 സെൽസ് ഉണ്ടാകുന്നത്. സെക്കൻഡ് റോയും തേർഡ് റോയിലുള്ള ഫസ്റ്റ് കോളം തമ്മിൽ എന്ത് ചെയ്യാം, മേർജ് ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് റോ നോക്കിയേ, 4ാമത്തെ റോയില് കോളം ഡിവിഷൻ ഇല്ല. കാരണം എന്താ? കോളംസ് കംപ്ലീറ്റ് മേർജ് ചെയ്തു, ഒറ്റ കോളായിട്ട് മാറി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിസൈൻ ആണ് ടേബിളിൽ വരുന്നതെങ്കിൽ, ഓക്കെ, ഇതേപോലത്തെ ഡിസൈൻ ആണെങ്കിൽ നിങ്ങൾ സ്പാൻ ചെയ്യണം. സ്പാൻ ചെയ്യാൻ റോസ് സ്പാൻ ചെയ്യാൻ റോ സ്പാനും, കോളംസ് സ്പാൻ ചെയ്യാൻ കോൾ സ്പാനുമാണ് യൂസ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം ടേബിൾസ് പല രീതിയിൽ അവർ കൺഫ്യൂഷൻ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ വരും, കോംപ്ലക്സ് ആക്കിയിട്ട് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആട്രിബ്യൂട്ട് ഒക്കെ പഠിക്കണം. മനസ്സിലായല്ലോ? സിമ്പിളാണ് പഠിക്കാൻ. ഇന്ന് തന്നെ എന്താ പറയുക, പഠിക്കുക. ഡെയിലി എടുക്കുന്ന എക്സാമ്പിൾസ് അതുപോലെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചേ. ഡോക് ടൈപ്പ് കൊടുത്തു, HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ബോഡിയിൽ ടേബിളിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കിയേ. നമുക്ക് കുറേ ആട്രിബ്യൂട്ട്സ് HTML കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വാസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടണമെന്നില്ല. കാരണം അത്രയും വാസ്റ്റ് ആയിട്ട് നമുക്ക് ഒറ്റ സ്ട്രെച്ച് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഇല്ല പിന്നെ ഈ ഡെവലപ്മെന്റ് ഫീൽഡിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഓക്കെ പെട്ടെന്ന് കഴിയും. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വിത്ത് എക്സാമ്പിളിൽ പഠിച്ചു പോവാം. ഓക്കെ, ഇതുപോലെ ടേബിളിൽ കുറേ ആട്രിബ്യൂട്ട് ഉണ്ടാവും. സോ എല്ലാം ഒന്നും പഠിക്കേണ്ട, നമുക്ക് ടെക്സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞോ അതും എക്സാമ്പിൾ വരുമ്പോൾ അതിലൊക്കെ എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ അത് പഠിച്ചു പോയാൽ മതി. കുറേ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അത്യാവശ്യം വേണ്ടത് പഠിച്ചിട്ട് പോവാം. അപ്പോൾ എന്താണ്, ടേബിൾ ബോർഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, 1 ആണ്. ബോർഡറിന്റെ കളർ സെറ്റ് ചെയ്തു, എന്താണ്, ഗ്രീൻ. കാരണം കണ്ടോ, ഓരോ സെൽസിനും ആ ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ബോർഡർ ഗ്രീൻ ആണ്. ബാക്ക്ഗ്രൗണ്ട് കളർ, ദാറ്റ് ഇസ് BG കളർ, അതൊരു ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ട് ഈക്വൽ ടു അതിന്റെ വാല്യൂ എന്താണ്? യെല്ലോ. അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആണ്. ഓക്കെ, പക്ഷെ ബോർഡർ കളർ എന്താണ്? ഗ്രീൻ ആണ്. ഓക്കെ, അതാണ് ടേബിളിന്റെ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇനി TR, ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്തു. TR അതെന്താ ഉള്ളത്? ഫസ്റ്റ് റോയിൽ ഞാൻ പറഞ്ഞു ഹെഡർ ആണുള്ളത്. കോളം 1, കോളം 2, കോളം 3. അത് TH വെച്ചിട്ട് കൊടുത്തു, 3 എണ്ണം. റോ ക്ലോസ് ചെയ്തു. അടുത്ത റോയിൽ എന്താ ഉള്ളത്? ഫസ്റ്റ് എന്താ ഉള്ളത്? ഇവിടെ മേർജിങ് നടന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? TD ഡാറ്റയാണ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ എന്തുണ്ട്? റോ സ്പാൻ ഈക്വൽ ടു എന്ത്? 2. അത് 2 സെൽസ് എന്ത് ചെയ്യുക, 2 റോ എന്ത് ചെയ്യുക, മേർജ് ചെയ്യുക. ഓക്കെ, റോ സ്പാൻ ഈക്വൽ ടു 2. എന്നിട്ട് അവിടെ കൊടുക്കേണ്ട ഡാറ്റ എന്താ? റോ 1 സെൽ 1. കണ്ടോ, ഇത് രണ്ടും കൂടെ മേർജ് ചെയ്തു. റോ സ്പാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2 റോസ് മേർജ് ചെയ്തു. അവിടെ റോ 1 സെൽ 1 എന്നുള്ള ഡാറ്റ കൊടുത്തു. ഇനി എന്താ? അടുത്ത റോയിലേക്കുള്ള അടുത്ത ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് റോ 1 സെൽ 2. അതിവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കോളം 2ൽ റോ 1 സെൽ 2, അവിടെ മേർജിങ് ഒന്നും ഇല്ല. റോ 1 സെൽ 2, പിന്നെ അടുത്തത് റോ 1 സെൽ 3 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ആ റോ കഴിഞ്ഞു, കണ്ടോ, ഈ റോ കഴിഞ്ഞു, ഇവിടെ മാത്രം മേർജ് ചെയ്തു. ഇനി അടുത്ത റോ TR എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തു. അവിടെ എന്താണ്, കോഡിൽ ഓൾറെഡി മനസ്സിലായി ഇവിടെ സ്പാൻ ആയിട്ടുണ്ട്. സോ എന്ത് ചെയ്യും? TD കൊടുത്തു കഴിഞ്ഞാൽ റോ 2 സെൽ 2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് കിട്ടുക. കാരണം ഇവിടെ ഓൾറെഡി നിങ്ങൾ മേർജ് ചെയ്തിട്ട് അവിടെ കണ്ടന്റ് കൊടുത്തു. സോ എന്ത് ചെയ്യും? കോഡ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെയാണ് ഫില്ല് ചെയ്യുക. റോ 2 സെൽ 2, അതുപോലെ റോ 2 സെൽ 3, റോ 2 സെൽ 3. ആ റോവും കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് റോയില് ഞാൻ പറഞ്ഞ എന്താണ്, ഇവിടെ 3 കോളംസ് ആണ് മേർജ് ചെയ്തിട്ടുള്ളത്. സോ കോൾ സ്പാൻ ഈക്വൽ ടു എന്താണ്? 3 ആണ്. അവിടെ കൊടുക്കേണ്ട ഡാറ്റ എന്താണ്? റോ 3 സെൽ 1. ഓക്കെ, റോ 3 സെൽ 1 കൊടുക്കുക. TR ക്ലോസ് ചെയ്യുക. ഓക്കെ, ആ റോ ക്ലോസ് ചെയ്യുക, ടേബിൾ ക്ലോസ് ചെയ്യുക, ബോഡി HTML ഇതെല്ലാം ക്ലോസ് ചെയ്യുക. So you will get the table as like this. Clear ആണോ? Spanning clear ആണോ? Okay, row span, column span clear ആണോ? Sahala B.
ഓക്കെ അജ്മൽ, ഒരാരും റെസ്പോണ്ട് ചെയ്യാത്ത എന്താ? ക്ലിയർ അല്ലേ? ഓക്കെ മസ്ന, ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, ആ ഡിസൈനും കൂടെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്താണ്? ടേബിളിന്റെ സെക്ഷൻസ്. നോർമലി നിങ്ങൾ നമ്മുടെ ടേബിളിന്റെ ബോഡി പാർട്ടും ഒക്കെ ഹെഡർ പോർഷനും ബോഡി പോർഷനാണ് പറയാം. നിങ്ങൾക്ക് ടേബിൾ 3 സെക്ഷൻസ് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു ഹെഡർ പോർഷൻ ടി ഹെഡ് വെച്ചിട്ട് കൊടുക്കാം, അതുപോലെ ബോഡി പോർഷന് ടി ബോഡി പോർഷൻ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഫൂട്ടർ പോർഷൻ, ഫൂട്ടർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഫൂട്ട് വെച്ചിട്ടാണ് കൊടുക്കുക ടാഗ്. അത് നമ്മളിപ്പം ഒരു കാൽക്കുലേഷൻ ഒക്കെ വരുന്ന ടേബിൾ ആണെങ്കിൽ നമ്മൾ അതിന്റെ ടോട്ടൽ വാല്യൂ ഒക്കെ നമ്മൾ പറയില്ല, ഒരു ബില്ലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റിൽ സം ചെയ്തിട്ടുള്ള വാല്യൂ ഉണ്ടാവില്ലേ? സോ അങ്ങനെ വാല്യൂസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ടി ഫൂട്ട് ടാഗിന്റെ ഉള്ളിലാണ് കൊടുക്കുക. ഓക്കെ, ഹെഡർ കൊടുക്കാൻ ടി ഹെഡ്, ബോഡി കൊടുക്കാൻ ടി ബോഡി, ആൻഡ് ഫൂട്ടർ കൊടുക്കാൻ ടി ഫൂട്ട്. ഇങ്ങനെ നമ്മൾ ടേബിളിനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. 3 സെക്ഷൻസ് ആക്കിയിട്ടും ചെയ്യാം. നമ്മൾ ചെയ്തത് എന്താ? ഒരു ടേബിൾ ടാഗ് കൊടുത്ത് ബോഡിയിൽ ഒരു ടേബിൾ ടാഗ് കൊടുത്തിട്ട് അതിൽ ഫുള്ള് ഇൻസെർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. യു ക്യാൻ കൺസ്ട്രക്ട് ദ ടേബിൾ യൂസിങ് ദീസ് 3 സെക്ഷൻസ്. അതിന് നമ്മൾ 3 ടാഗ് പഠിക്കണം. അത് ജസ്റ്റ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനൊരു എക്സാമ്പിളിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് കൊടുത്തു, HTML ടേബിൾ ഹെഡ് കൊടുത്തു, ബോഡിയിൽ ടേബിൾ കൊടുത്തു, ബോർഡർ ഈക്വൽ ടു 1 ആണ്. അതുപോലെ വിഡ്ത്ത് 100% പറഞ്ഞാൽ ഫുൾ വിഡ്ത്ത് സെറ്റ് ചെയ്യുക. നമ്മളെ വെബ് പേജിന്റെ ഫുൾ വിഡ്ത്തിലോട്ട് ടേബിളിനെ സ്ട്രെച്ച് ചെയ്യാം. കണ്ടോ? നമുക്ക് ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ഹെഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ടി ഹെഡ്, ഓക്കെ, ടി ഹെഡിൽ കൊടുക്കുന്നു. അതിൽ ഫസ്റ്റ് റോ ടി ഹെഡ് ഓപ്പൺ ചെയ്തു ടാഗ്. അതിൽ ഫസ്റ്റ് റോ എന്താണ്? സ്പാൻ ചെയ്യണം. കോളം സ്പാൻ 4 കോളംസ് മെർജ് ചെയ്യുക. ദിസ് ഈസ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ. ഓക്കെ, ദിസ് ഈസ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട് മെർജ് ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ജസ്റ്റ് ഒരു ഇങ്ങനൊരു സെക്ഷൻ ഇൻ കേസ് ഒരു 2 മാർക്സിന് 3 മാർക്സിനോ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എഴുതാൻ മാത്രം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ടി ഫൂട്ട് കണ്ടോ? ഫൂട്ടറിൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക? ടി ഫൂട്ട് ടാഗ് ഓപ്പൺ ചെയ്യുക. അതിൽ റോയിൽ എന്താ കൊടുക്കേണ്ടത്? കോളം സ്പാൻ 4 കോളംസും കൂടെ സ്പാൻ ചെയ്തു. ദിസ് ഈസ് ദ ഫൂട്ട് ഓഫ് ദ ടേബിൾ. കണ്ടോ? അത് ഏറ്റവും താഴെയാണ് വരുന്നത്. ദിസ് ഈസ് ദ ഫൂട്ട് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ടി ഫൂട്ട് ക്ലോസ് ചെയ്യാം. ടി ബോഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ഇൻസേർട്ട് ചെയ്യണം? ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോയിൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡാറ്റ എന്താ? സെൽ 1, സെൽ 2, സെൽ 3, സെൽ 4 എന്ന് പറഞ്ഞാൽ 4 ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. ബോഡി ക്ലോസ് ചെയ്തു, ടേബിൾ ക്ലോസ് ചെയ്തു, എല്ലാം ക്ലോസ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡർ സെക്ഷനെ സെപ്പറേറ്റ് ചെയ്യുക, ഫൂട്ടർ സെക്ഷനെ സെപ്പറേറ്റ് ചെയ്യുക, ഡാറ്റയെ സെപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ടാഗ് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അതിന് വലുതായിട്ട് തിയറി ഒന്നും പഠിക്കാനില്ല. ഇൻ കേസ് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മെയിൻലി നിങ്ങൾക്ക് ടേബിൾ കൺസ്ട്രക്ഷൻ ആണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ ടേബിളിൽ യൂസ് ചെയ്യുന്ന ടാഗ്സും ടാഗ്സ് എക്സ്പ്ലെയിൻ ദാറ്റ് ഫംഗ്ഷൻ ഓഫ് ദീസ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് 5 ടാഗ് തരും 5 മാർക്കിന്. അത് ഏത് ടാഗും ആവാം, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഏത് ടാഗ് വേണമെങ്കിലും ആവാം. സോ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതിൽ ടേബിൾ ടാഗ് എന്തായാലും പഠിച്ചിരിക്കണം, കാരണം ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് ടേബിളിന്റെ 3 സെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. അതിന് മുകളിൽ നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസോ മറ്റോ ഞാൻ എപ്പോഴെങ്കിലും അസൈൻമെന്റ് ടൈമിൽ തരാം. അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ കോഡ്. ഓക്കെ, അതാണ് ടേബിൾ. നെക്സ്റ്റ് വരുന്നതാണ് ഫോംസ്. ഓക്കെ, ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ രജിസ്ട്രേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക? ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഫോംസ് എന്തൊക്കെയാണ്, ബേസിക് അതിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഫോംസ് ആണ് നമ്മൾ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഫോമാണ്. ഓക്കെ, ഈ ഫോമിലുള്ള ഓരോ സാധനം ഇതൊരു ചെക്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, മിൽക്ക്, ബ്രെഡ്, എഗ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഓരോ ആൾക്കാരും നമ്മൾ എന്ത് പറയുന്നത്? വിഡ്ജറ്റ്സ് എന്ന് പറയും, അല്ലെ കൺട്രോൾ. ഓക്കെ, ഫോമിലുള്ള ഒബ്ജക്ട്സിനെയാണ് കൺട്രോൾ, വിഡ്ജറ്റ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഒരു ഫോമിൽ നിങ്ങൾക്ക് സിംഗിൾ ലൈൻ അല്ലെങ്കിൽ മൾട്ടി ലൈൻ ടെക്സ്റ്റ് കൊടുക്കാം. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് എന്താണ്? നിങ്ങളുടെ പേരടിക്കുന്നില്ലേ? ഒക്കെ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സിംഗിൾ ലൈൻ. ഇനി സപ്പോസ് ഒരു ഫോമിൽ നിങ്ങൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ? മൾട്ടി ലൈനാ അല്ലെ? അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഒരു 4 to 5 സ്റ്റെപ്സ് ലൈൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് മൾട്ടി ലൈൻ കൊടുക്കാൻ പറ്റും. പിന്നെ ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, മെനൂസ്, ഇതൊക്കെ ഇതിലുണ്ടാവും, ഫോമിലുണ്ടാവും. നിങ്ങളൊരു വലിയ ഫോം ഇപ്പം എന്താ പറയുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫോം ആലോചിച്ചാൽ മതി. കുറേ ബട്ടൺസ് ഉണ്ടാവുമല്ലോ, സെമിസ്റ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലേ?
അങ്ങനെ ആ എല്ലാ കമ്പോണൻസിനെയാണ് വിഡ്ജറ്റ് അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഫോമിലുള്ള. ഓക്കെ, പിന്നെ ഈ ഫോമിലുള്ള ടാഗ്സ് ഒക്കെ ഓൾമോസ്റ്റ് കൺട്രോൾ ടാഗ്സ് ഒക്കെ എന്താണ്, ഇൻലൈൻ ടാഗ് ആണ്. ഓക്കെ, നിങ്ങൾ ഫോമിൽ കൊടുക്കുന്ന ഡാറ്റ, ഓക്കെ, ആ ഡാറ്റേനെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ സെർവറിലോട്ട് കൊടുക്കും. അതിനെയാണ് ഫോം ഡാറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ ഫോമിൽ സെലക്ട് ചെയ്തിട്ടുള്ളതും ടൈപ്പ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള എല്ലാ ഡാറ്റയും എന്തിലോട്ട് പോവും, സെർവറിലോട്ട് പോവും. എപ്പോഴാണ് പോവുക, നിങ്ങളൊരു സബ്മിറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ രജിസ്റ്റർ കുറച്ചൊക്കെ കാണുമല്ലോ, അന്ന് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡാറ്റ മുഴുവൻ എങ്ങോട്ട് പോകുന്നത്, സെർവറിലോട്ട് പോകുന്നത്. സെർവറിലുള്ള ഒരു CGI പ്രോഗ്രാമിലോട്ടോ, ഓക്കെ, സെർവർ സൈഡിലുള്ള ഒരു പ്രോഗ്രാം CGI പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ, അല്ല, CGI കോമൺ ഗേറ്റ്വേ ഇന്റർഫേസ്. ഓക്കെ, അങ്ങനെ ഒരു CGI പ്രോഗ്രാമിലോട്ട് എത്തിയിട്ട് സെർവർ സൈഡിലാണ് ഇത് ഡാറ്റാബേസിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് വരും, എന്ത്, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ എപ്പോഴും ത്രൂ ഫോം ആണ് ഡാറ്റ സെർവറിലോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഫോം എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഏതൊക്കെ എലമെന്റ്സ് ആണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. 1 by 1 ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഫോം ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാം, ജസ്റ്റ് ഒരു യൂസർ നെയിം പാസ്വേഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോം തരും, എന്നിട്ട് ഡിസൈൻ ചെയ്യാൻ പറയും. സോ യു ഹാവ് ടു റൈറ്റ് ദ HTML കോഡ്. ടേബിൾ പോലെ 2 പ്രോബ്ലം ആണ് ഈ സെക്ഷനിൽ ചോദിക്കുന്നത്. ഒന്ന് ടേബിൾ ഡിസൈനിങ്ങും അതുപോലെ ഫോം ഡിസൈനിങ്ങും ചോദിക്കും. ബാക്കിയൊക്കെ തിയറി ആയിട്ട് പഠിച്ചു പോവാം. സോ അത് രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫോമിൻ്റെ വർക്കിംഗ്, ഫോം മാത്രമാണ് നമ്മുടെ സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോമിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ കൺട്രോൾ അല്ലെങ്കിൽ വിഡ്ജറ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത്. നമുക്ക് സിംഗിൾ ലൈൻ ആയിട്ട് ഇൻപുട്ട് കൊടുക്കാം, മൾട്ടി ലൈൻ കൊടുക്കാം, ക്ലിക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിനൊക്കെ ഓരോരോ സ്പെസിഫിക് കമ്പോണൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ കൊടുത്ത ഇൻഫർമേഷൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതെടുത്തിട്ട് ഫോം എടുത്തിട്ട് സെർവറിലോട്ട് കൊടുക്കും. എപ്പോഴാണ് സെർവറിലോട്ട് കൊടുക്കുക, വെൻ യു പ്രസ് ദ സബ്മിറ്റ് ബട്ടൺ. അപ്പോൾ സെർവർ സൈഡിലോട്ട് ഡാറ്റ പോവും. ഡാറ്റ പോയിട്ട് നമുക്കറിയാം ഗെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടോ ഡാറ്റ പോവും. അതിൻ്റെ ഡിഫറൻസ് ഇന്നോ, എന്നിട്ട് എന്ത് ചെയ്യും, യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഫോം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതുക. ഓക്കെ, ബ്ലോക്ക് ടാഗ് ആണ്. ഫോം ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫോമിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഫോം ക്ലോസ് ചെയ്യുക. ഓക്കെ, ഈ ഫോമൊക്കെ ബോഡി പോർഷനിലാണ് എഴുതുക. ടേബിള്, ഫോം, ഇതൊക്കെ HTMLന്റെ ബോഡി പോർഷനിലാണ് എഴുതുക. ഓക്കെ, അതിൽ ഫോം ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഫോം ടാഗിന് വരുന്ന ആട്രിബ്യൂട്ട് എന്താണ്, ആക്ഷനും മെത്തേഡും. ആക്ഷൻ മീൻസ് നമ്മൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആക്ഷൻ മീൻസ് വേർ യു ഹാവ് ടു ഗോ. സെർവർ സൈഡിലുള്ള പ്രോഗ്രാമിന്റെ പാത്ത് URL ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഏത് CGI പ്രോഗ്രാമിലോട്ടാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, സോ URL ആണ് പറഞ്ഞു കൊടുക്കുക. ആക്ഷൻ അതായത് ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണം, അതാണ് ആക്ഷൻ. ഓക്കെ, മെത്തേഡ് ഈക്വൽ ടു എന്താവാം, മെത്തേഡ് ആണ് ഗെറ്റ് ആവാം അല്ലെ പോസ്റ്റ് ആവാം. ഇഫ് എന്താണ് ഡിഫോൾട്ട് മെത്തേഡ് എന്താണ്, ഗെറ്റ് ആണ്. ഓക്കെ, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഗെറ്റ് ആണ്, പക്ഷെ നമുക്ക് പോസ്റ്റും കൊടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ഡിഫറൻസ് അറിയാലോ. നിങ്ങൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ പോസ്റ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ, ഗെറ്റിൻ്റെ കേസിൽ നിങ്ങളുടെ ഡാറ്റ കുറേ സ്ട്രിങ് ആയിട്ടാണ് പോകുന്നത്, അതായത് URLന്റെ കൂടെയാണ് പോകുന്നത്. സോ ദാറ്റ് വിൽ ബി വിസിബിൾ. ഓക്കെ, സോ സെക്യൂർഡ് ആപ്ലിക്കേഷൻ്റെ കേസിൽ മെത്തേഡ് എന്തായിട്ട് പറയണം, പോസ്റ്റ് ആയിട്ട് പറയണം. സോ പോസ്റ്റ് ആണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് റീഡ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യാണ് ചെയ്യുക. സോ വി യൂസ് പോസ്റ്റ് മെത്തേഡ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി നിങ്ങൾ ഫോമിൽ എന്ത് ഡാറ്റ കൊടുത്തോ, ഓക്കെ, ആ ഡാറ്റ ഇപ്പോൾ ടെക്സ്റ്റ് ആണ്, പാസ്വേഡ് കൊടുക്കണം, ചെക്ക് ബോക്സ്, സബ്മിറ്റ് ബട്ടൺ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കൊടുക്കുക, ഇൻപുട്ട് ടാഗ് വെച്ചിട്ടാണ് കൊടുക്കുക. ഓക്കെ, ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗ്, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടാഗാണ്. ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫോമിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുക, പിന്നെന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുക. സോ ആ ഇൻപുട്ടിലാണ് നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻപുട്സ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ആവാം, യൂസർ നെയിം, നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് എന്നൊക്കെ കാണുന്നില്ല, അതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഇൻപുട്ട് ടാഗ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കണം. യൂസർ നെയിം പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ, ഇത് കണ്ടോ, ഫോം ആക്ഷൻ ഈക്വൽ ടു എന്താണ്, login.php. ഓക്കെ, ലോഗിൻ എന്ന് പറഞ്ഞ പേജിലോട്ടാണ് പോകേണ്ടത്. സബ്മിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദ ഫോം ഡാറ്റ ഷുഡ് ഗോ ടു ദിസ് പേജ്, PHP പേജിലോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് വാലിഡേഷനും എല്ലാ കാര്യങ്ങളും നടത്തുക.
ഇവിടെ മെത്തേഡ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫോൾട്ട് എന്തായിരിക്കും, ഗെറ്റ് മെത്തേഡ് ആയിരിക്കും. കണ്ടോ, യൂസർ നെയിം പാസ്വേഡ് എന്നൊക്കെ ക്രിയേറ്റ് ചെയ്താണ്ട അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫീൽഡും വന്നിട്ടുണ്ടാവും. സോ അതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗിലാണ് കൊടുക്കുക. ടാഗ് എഴുതി പഠിക്കണം, കാരണം എവിടെയാണ് ക്ലോസിങ് എവിടെയാണ് ഓപ്പണിംഗ് എന്ന് മനസ്സിലാവില്ല. സോ എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ, ഈ ഫോം ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ്, അതുപോലെ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളിനി പഠിക്കേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ ഫോം ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തരുന്നുണ്ടാവുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം ഉണ്ടോ, ഇത് നെയിം അടിക്കാം, ഇത് പാസ്വേഡ്, ഇത് മെയിൽ ID, ജെൻഡർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ഷനല്ലേ കൊടുക്കുക. അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, അതുപോലെ കൺട്രി, ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു മനസ്സിലാക്കണം. സോ അതിനുള്ള ഈ ഓരോ കമ്പോണൻസിനെയാണ് നമ്മൾ വിഡ്ജറ്റ് അല്ലെങ്കിൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് കൺട്രോൾസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കൊടുക്കുന്നത് ഇൻപുട്ട് ടാഗ് വെച്ചിട്ടാണ് കൊടുക്കുക. നെയിമും പാസ്വേഡും ഒക്കെ കൊടുക്കുന്നത് ഇൻപുട്ട് ടാഗാണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുക. സോ അപ്പോൾ ഇങ്ങനെയാണ് ടൈപ്പ് വരിക. ഇപ്പോൾ ഒരു ഫോൺ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻപുട്ട്, അതിന്റെ ടൈപ്പ് എന്താണ്, ടെക്സ്റ്റ് ആണ്, നെയിം ഈക്വൽ ടു ഫോൺ. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ഇതിനർത്ഥം എന്താ പറയുക, ഈ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർവർ നിങ്ങൾ ഓരോ കമ്പോണന്റിനെയും കൊടുക്കുന്ന ഓരോ കമ്പോണന്റിനെയും മനസ്സിലാക്കുന്നത് നെയിം വെച്ചിട്ടാണ്. ഓക്കെ, ആ നെയിം വാല്യൂ വെച്ചിട്ടാണ് ഇത് ഏത് ഫീൽഡാണ്, യൂസർ നെയിം ആണോ പാസ്വേഡ് ആണോ, ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ഫീൽഡ് ആണോ എന്ന് സെർവറിന് മനസ്സിലാവുന്നത്. നിങ്ങൾ ഡാറ്റ പോകുമ്പോൾ സെർവറിന് മനസ്സിലാവുന്നത് ഈ നെയിം ഫീൽഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണ് വരേണ്ടത്. ടെക്സ്റ്റ് ഫീൽഡ് ആണ് ടെക്സ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് കൊടുക്കേണ്ടത്. നെയിം ഈക്വൽ ടു എന്താണ്, അതിന് ഫോണാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളെ സ്ക്രീനിൽ എന്ത് വരും എന്നറിയാം, ഫോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞിട്ട് കാണും സ്ക്രീനിൽ. അതിന് നേരെ നിങ്ങൾക്കൊരു സ്പേസ് തരും, ഒരു റെക്റ്റാങ്കിൾ സ്ഥലം തരും. എന്തിനു വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഫോൺ നമ്പർ അടിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ യൂസർ നെയിം വേണ്ടിയിട്ടില്ലേ, അതുപോലെ. ഓക്കെ, അത് ഈ ഒരു കോഡ് വെച്ചിട്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഫോൺ കോളൻ ആണെങ്കിൽ കോളൻ, ഇൻപുട്ട് എന്താണ്, ടൈപ്പ് ടെക്സ്റ്റ് ആണ് അവിടെ വരുന്നത്, നെയിം ഈക്വൽ ടു എന്താണ്, ഫോൺ. ഓക്കെ, അവിടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് നമ്പറും അടിക്കാം. ഓക്കെ, ഇനി ലേബലിൻ്റെ ഒക്കെ കേസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, എന്തിനാണ് ലേബലിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുള്ളത്. ഓക്കെ, ഇതുവരെ എടുത്തത് ഓക്കെ ആണോ? മെസ്സേജ് ചെയ്തേ, റെസ്പോണ്ട് ചെയ്തേ, ഫോം ഓക്കെ ആണോ? ഹലോ അനക, ഓക്കെ. അഖിൽ, അജ്മൽ, റോഷൻ, വിഷ്ണു, ഓക്കെ, വൈഷ്ണവി, വിഷ്ണു, ഷാരുൺ, സാരംഗ്, സംഗീത്, ബൃന്ദാരുൺ, ഓക്കെ അല്ലേ? അപ്പൊ നല്ല അറ്റൻഡൻസ് പറഞ്ഞോളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ഓക്കെ. ആകാശ് രാജീവ്, അഭിനന്ദ് ഉണ്ടോ? ആദർശ്, അദ്വൈത്, അഭിനവ് ഞാൻ മെസ്സേജ് കണ്ടു. അദ്വൈത് ആബ്സെന്റാ? ഓക്കെ, അടുത്തത് അജ്മൽ, അഖിൽ, അനഘ, ഓക്കെ, അഞ്ജലി, അനുഗ്രഹ്, അതിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ഓക്കെ, ജസ്ന, കാർത്തിക്, കീർത്തന, മുഹമ്മദ് സിനാൻ, ഇജാസ് ഉണ്ടോ? ഇജാസ് ഉണ്ടോ? ഓക്കെ ഓക്കെ. നഫ, നേഹ, നിതിൻ ബാബു,
പ്രണവ് എ. പ്രണവ് എ ഇല്ല. പ്രണവ് സി. ഓക്കെ. റൈസ ഖാലിദ്. റസാന നിഹാല. ഓക്കെ. റിസ്വിൻ റിസ്വിനും ഇവിടെ കാണുന്നുണ്ടല്ലോ. റോഷൻ. സഹല ബി. സഹല എൻ. സംഗീത്. സാരംഗ്. ഷാരുൺ. ഓക്കെ. ശ്രദ്ധ. വിഷ്ണു. ഓക്കെ. വൈഷ്ണവി. ശ്രീഷ്മ. ഓക്കെ. ഷിറോണ. അൻസിത. ഓക്കെ. ഇപ്പോൾ ആബ്സെന്റ് ഈസ് അദ്വൈത്, പ്രണവ് സി. ശരി ശരി. പ്രണവ് സി കയറിയിരുന്നോ? പ്രണവ് സി ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ പ്രണവ് സി ആബ്സെന്റ്. ഓക്കെ. ഇന്ന് എടുത്തത് നോക്കൂ. ഞാൻ സ്ലൈഡ് അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു.